കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം പുതുപ്പള്ളിയിലും കേരള രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വലിയ പ്രാധാന്യമാണ് ലഭിച്ചു വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശിയായി മകൻ ചാണ്ടി ഉമ്മൻ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ നിയമസഭയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളായ മറിയ ഉമ്മനും അച്ചു ഉമ്മനും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഹോദരി മറിയ ഉമ്മൻ മത്സരിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. തന്റെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനോട് ഉമ്മൻചാണ്ടിക്ക് ഒരിക്കലും എതിർപ്പുണ്ടായിരുന്നില്ല. എന്നാൽ കുടുംബവാഴ്ച എന്ന ആരോപണത്തിന് ഇടം നൽകാത്ത വിധം വ്യക്തമായ ചില തത്വങ്ങൾ അദ്ദേഹം കുടുംബത്തിൽ നടപ്പാക്കിയിരുന്നു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരേ സമയം രണ്ടുപേർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുതെന്നത് അദ്ദേഹം എടുത്ത കർക്കശമായ തീരുമാനമായിരുന്നു. ചാണ്ടിയുമ്മൻ വ്യക്തമാക്കിയതുപോലെ മക്കളുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് ഉമ്മൻചാണ്ടി വ്യക്തമായ അതിർവരമ്പോൾ നിശ്ചയിച്ചിരുന്നു. പിതാവ് കാണിച്ചു തന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചാണ്ടിയുമ്മൻ പറയുന്നു. കുടുംബത്തിൽ നിന്നും രണ്ടുപേർ മത്സരിക്കില്ലെന്ന തീരുമാനം പിതാവിനോടുള്ള ബഹുമാന സൂചകമായി മക്കൾ പാലിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണിത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളി മണ്ഡലത്തിലെ പൊതുപരിപാടികളിലും വികസന ചർച്ചകളിലും മറിയ ഉമ്മൻ സജീവമായിരുന്നു. ഇതാണ് അവർ വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾക്ക് അടിസ്ഥാനമായത്. എന്നാൽ ഇത്തരം വാർത്തകൾ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് ചാണ്ടിയുമ്മൻ ഇപ്പോൾ അടിവരയിട്ട് പറയുന്നു. മറിയ ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പാർട്ടി വേദികളിലോ കുടുംബത്തിലോ യാതൊരുവിധ ഔദ്യോഗിക ചർച്ചകളും നടന്നിട്ടില്ല. താൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ചാണ്ടിയുമ്മന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഒരു കരുത്തായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും മറിയ ഉമ്മൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ മോഹങ്ങൾക്കപ്പുറം കുടുംബത്തിന്റെ കെട്ടുറപ്പിനും പിതാവിന്റെ ആദർശങ്ങൾക്കും മക്കൾ നൽകുന്ന പ്രാധാന്യമാണ് ചാണ്ടിയുമ്മന്റെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ പലപ്പോഴും ഉയരുന്ന വലിയൊരു ആക്ഷേപമാണ് കുടുംബവാഴ്ച. കേരളത്തിൽ കെ കരുണാകരന്റെ മക്കൾ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും സമാനമായ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ തന്റെ മക്കൾ രാഷ്ട്രീയത്തിൽ വരുന്നത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണെന്ന് അദ്ദേഹം കരുതിയിരുന്നുവെങ്കിലും ജനങ്ങളുടെ മുന്നിൽ അത് തെറ്റായ ഒരു സന്ദേശം നൽകരുതെന്നതിൽ അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. ചാണ്ടിയുമ്മൻ ഇപ്പോൾ നടത്തുന്ന ഈ വെളിപ്പെടുത്തൽ രാഷ്ട്രീയമായി വലിയൊരു മുൻകൂർ പ്രതിരോധം കൂടിയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരം അഭ്യൂഹങ്ങൾ അവസാനിപ്പിക്കുന്നതിലൂടെ പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മന്റെ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പാർട്ടിക്ക് സാധിക്കും. അച്ചൂമ്മനും മറിയ ഉമ്മനും പൊതുരംഗത്ത് സജീവമാണെങ്കിലും അവർ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങില്ലെന്ന് ഉറപ്പിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളുടെ വായടപ്പിക്കാനും സഹായിക്കും. ഉമ്മൻചാണ്ടി 53 വർഷം പ്രതിനിധീകരിച്ച പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിന്റെ വികസന മാതൃകകൾ പിന്തുടരുക എന്നത് ചാണ്ടിയുമ്മനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. പിതാവിന്റെ വിയോഗത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ച വൻ ഭൂരിപക്ഷം ആ സ്നേഹത്തിന്റെ അടയാളമായിരുന്നു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ ജനപിന്തുണ നിലനിർത്തണമെങ്കിൽ വികസന കാര്യങ്ങളിൽ ചാണ്ടിയുമ്മൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. സഹോദരിമാർ രാഷ്ട്രീയത്തിലേക്ക് വരാത്തത് ചാണ്ടിയുമ്മന് തന്റെ മണ്ഡലത്തിൽ കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം നൽകും. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി യാതൊരുവിധ തർക്കവുമില്ലെന്ന സന്ദേശം അണികൾക്കിടയിലും വലിയ ആവേശം പകരുന്നതാണ്. ചാണ്ടിയുമ്മന്റെ പ്രസ്താവനയെ കോൺഗ്രസ് പ്രവർത്തകർ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് അതീതമായി ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്ന ജനസ്വാധീനം നിലനിർത്താൻ അദ്ദേഹത്തിന്റെ മക്കൾക്ക് കഴിയുന്നുണ്ട്. മറിയ ഉമ്മൻ മത്സരിക്കില്ലെന്ന് ഉറപ്പായതോടെ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കാൻ കോൺഗ്രസിന് സാധിക്കും. CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉമ്മൻചാണ്ടി കുടുംബത്തിലെ രാഷ്ട്രീയ മോഹങ്ങൾ എന്ന രീതിയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന വിമർശനങ്ങളാണ് ചാണ്ടിയുമ്മൻ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി എന്ന നേതാവ് കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ പാഠം ലാളിത്യവും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ്. തന്റെ മക്കൾ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. ചാണ്ടിയുമ്മൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ്. അധികാരത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടമല്ല, മറിച്ച് ജനസേവനമാണ് പ്രധാനമെന്ന പിതാവിന്റെ വാചകം മക്കൾ ഇന്നും മുറുകെ പിടിക്കുന്നു. മറിയുമ്മൻ മത്സരിക്കില്ലെന്ന വാർത്ത പുറത്തു വന്നതോടെ പുതുപ്പള്ളിയിലെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മൻ തന്നെയാകും ഉമ്മൻചാണ്ടി കുടുംബത്തിന്റെ ഏക പ്രതിനിധി. ഇത് കുടുംബത്തിനകത്തെ ജനാധിപത്യപരമായ തീരുമാനമാണെന്നും പിതാവ് വരച്ച അതിരുകൾ തങ്ങൾ ഒരിക്കലും ലംഘിക്കില്ലെന്നും ചാണ്ടിയുമ്മൻ ഉറപ്പിച്ചു പറയുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം മാതൃകാപരമായ നിലപാടുകൾ വളരെ അപൂർവമാണ് എന്നതിനാൽ തന്നെ ചാണ്ടിയുമ്മന്റെ ഈ വെളിപ്പെടുത്തൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു.